വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നും ഇല്ല, ഉള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ടു ഡസ്കി സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന ലിപ്സ്റ്റിക്കുകളാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനങ്ങനെ ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ വാങ്ങിച്ച് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ നല്ല റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് ചേരാറില്ല. മിക്ക ലിപ്സ്റ്റിക്കുകളും അങ്ങനെ തന്നെയാണ്, അങ്ങോട്ട് ചേരാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച് അങ്ങനെ പൈസ ചിലവാക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സും അതേപോലെ തന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചുള്ള ഷെയ്ഡുകളൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കയറി കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇത് ഈ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് ആണ് കേട്ടോ. നമ്മുടെ മാൾസിൻ്റെ ലിപ്സ്റ്റിക് പാലറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സും അതേപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ഒക്കെ ആയി കിട്ടും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു പാലറ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ഇതിലുണ്ട്. പിന്നെ അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇതിന് 200 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഞാൻ എന്തായാലും ലിങ്ക് ഒക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കണ്ടോ ഇതിൽ ഞാൻ കുറേ ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആകെ ആക്കിരി പിക്കിരി ഒക്കെ ആയിട്ടുണ്ട് കേട്ടത്. ഇതിൽ ടൂൾസ് വരുന്നുണ്ട്, നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ഇതിൽ എടുക്കാം. എനിക്ക് ഇഷ്ടം ഇതിൽ ഈ ഒരു റെഡ് ഇല്ലേ, ഈ ഒരു റെഡ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതും ഈ ഒരു റെഡും ഈ ഒരു ബ്രൗണും ഈ ഒരു റെഡും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിങ്ങനെ നിൽക്കണത് ആരും നോക്കണ്ട കേട്ടോ. കാരണം ഞാനിത് നമ്മുടെ ലിപ്സ്റ്റിക് മിക്സിങ് വീഡിയോ അല്ലേ, അതിലേക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് ആൾക്ക് അൽക്കുലത്തായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഇതും കൊള്ളാട്ടോ. അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് നമുക്ക് സ്യൂട്ടായിട്ടുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല, കാരണം ഇത് കുറേ ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇത് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷേ ഇത് നമ്മൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവും കൂടുതലായിട്ടും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്കിത് വീണ്ടും റീഅപ്ലൈ ചെയ്യാവുന്നതാണ് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് എന്താ പറയുക, നമ്മൾ ഡാർക്ക് സ്കിൻ ടോണിനും ഡസ്കി സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ഷെയ്ഡ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മളെ ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് 042 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ചാനലിടുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏതാ ലിപ്സ്റ്റിക്ക് എന്നൊക്കെയുള്ള ഷെയ്ഡ് ഏതാന്നുള്ളത്. ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കും കൊള്ളാം, നല്ല ലിപ്സ്റ്റിക്കാണ്. ഞാൻ എന്തായാലും ഇത് ഇട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊന്ന് റിമൂവ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഒക്കെ റിമൂവ് ആക്കി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നിൽക്കുന്ന ലിപ് ബാമില്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, കണ്ടോ. നമ്മൾ ഡാർക്ക് സ്കിൻ ടോണും ഡസ്കി സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. 042 എന്നുള്ള ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ എൻ്റെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, എന്നാലും ഞാൻ കളയില്ല. ഇത് വാങ്ങിച്ചിട്ട് 2-3 ദിവസം മുന്നേ, വാങ്ങിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ അത് പൊട്ടിയത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്.
കൊള്ളാം അല്ലേ? ഇത് നമ്മൾ എന്താ പറയുക, ഡാർക്ക് സ്കിൻ ടോണും ഡസ്കി സ്കിൻ ടോണും ഇതേപോലെ ബ്രൗൺ സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതേപോലെ ഒന്ന് നല്ല എടുത്ത് നിൽക്കുന്ന ഷെയ്ഡ് അല്ലാത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ടാവുക. ഒരു നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാതിരി ഓവറായിട്ട് തോന്നാത്ത രീതിയിലുള്ള ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അതായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ചേരുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയുണ്ട്. അതൊക്കെ ഇട്ടിട്ട് പോണ സമയത്ത് വലിയ കുഴപ്പമില്ല, എന്താ പറയുക, നല്ല നീറ്റായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന ഓവറല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ആയിട്ട് നിൽക്കും. ഇനി ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് കുറച്ച് ഗസ്റ്റും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ഉണ്ടാക്കും. അത് കാരണം തന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ കുറച്ചധികം കാലമായിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണിത്. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഒരു ഓവറായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ള പോലെയോ ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇട്ട പോലെയോ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു നീറ്റായിട്ട് നമ്മൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ക്യൂട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാസ്ലറിൻ്റെ തന്നെയാണ് കേട്ടോ. ഡാസ്ലറിൻ്റെ 027 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ലിങ്കും ഏതാ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടില്ലേ, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഗ്ലാസി ലുക്കല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും ഞാൻ ആ ഒരു ഷെയ്ഡില്ലേ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഷെയ്ഡില്ലേ, അതിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു ടൈമിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡും. ഏകദേശം ഒരു 6 മാസത്തിലൊക്കെ ആയിട്ടുണ്ടാവും, 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വാങ്ങിച്ചിട്ട്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ കാണിച്ച ഒരു ബ്രൗൺ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു റെഡിഷ് അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല നമുക്ക് പാർട്ടി വെയറായിട്ട് നമുക്കൊരു നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല കിടനായിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ മാച്ചായി പോകുന്ന തരത്തിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഫേസിൽ വേറെ ഒരു മേക്കപ്പും ചെയ്യാതെ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ ഫേസിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ തോന്നുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് സ്മജ് പ്രൂഫൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ടിഷ്യൂലൊക്കെ ആവും, പിന്നെ നമ്മൾ നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്തൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് റിമൂവ് ആയി പോരുന്നില്ല. അത്യാവശ്യത്തിന് സ്മജ് പ്രൂഫൊക്കെയാണ്, കണ്ടില്ലേ. പിന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സ്മജ് ചെയ്യുന്ന സമയത്തൊന്നും ആവില്ല കേട്ടോ. പിന്നെ ഇത് 1 ഡേ ഫുൾ എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ടല്ല, എന്നാലും ഒരു പരിധി വരെയൊക്കെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വരുന്നത് നമ്മുടെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് ആണ്. മാഴ്സിൻ്റെ വേറൊരു ലിപ് ഷെയ്ഡ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നമ്മളെ ചാനലിൽ ഉണ്ട് ആ വീഡിയോ ഒക്കെ കേട്ടോ. ഗൂബ്സറത് കുച്ചിപ്പുടിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്നെ പോലുള്ള സ്കിൻ ടോണുള്ള ആൾക്കാർക്കൊന്നും ഒട്ടും ചേരാത്തൊരു ഷെയ്ഡായിരുന്നു. നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ചേരും എന്ന് തോന്നുമെങ്കിലും നമ്മൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചേരില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായത് കേട്ടോ. എനിക്ക് ഒട്ടും അങ്ങനെ ചേരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് വന്നിട്ട് ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആ ഡാസ്ലറിൻ്റെ ഒക്കെ അപ്ലൈ ചെയ്ത പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല ഞാൻ കേട്ടോ. കാരണം ആ ഒരു ഷെയ്ഡ് എന്തോ ഒരു നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് ഡള്ളാക്കണ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ആ ഒരു ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ് ലൈനർ ആയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ട് അത് ജസ്റ്റ് നമ്മൾ ഫേസ് ഒന്ന് ഡള്ളാക്കുന്ന ഒരു ഫീൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കാതെ നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കി വെക്കുക. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഷെയ്ഡൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ 027 എന്ന് പറഞ്ഞിട്ടുള്ള ഡാസ്ലറിൻ്റെ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു ഷെയ്ഡ്. അത് ഞാൻ ഈ ഒരു മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് കളയാതെ വെച്ചിട്ടുള്ള ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് പിന്നെ ഞാൻ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ്. പിന്നെ നമ്മൾ ലിപ് ലൈനർ ഏതെങ്കിലും നല്ലൊരു ലിപ് ലൈനറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഷെയ്ഡ് ലിപ്സ്റ്റിക്കോ വെച്ചിട്ട് നമ്മൾ ലൈൻ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് സ്മച്ച് പ്രൂഫ് അല്ല കേട്ടോ. എന്നാലും ഇത് അത്യാവശ്യത്തിന് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമ്മളിങ്ങനെ റിമൂവ് ആക്കിയ സമയത്തൊക്കെ നമുക്കത് റിമൂവ് ആയി പോരുന്നുണ്ട്. നമ്മുടെ ലാക്മിയുടെ അല്ലെങ്കിൽ ഡാസ്ലറിൻ്റെ ഒക്കെ നമ്മൾ റിമൂവ് ആക്കുന്ന സമയത്ത് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ റിമൂവ് ആക്കി എടുക്കുക. പക്ഷേ ഈ ഒരു മാഴ്സിന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആയിട്ട് പോരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിപ് ലൈനറാണ് കേട്ടോ. ഈ ലിപ് ലൈനർ വന്നിട്ട് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറാണ്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്
ബ്രൈറ്റ് മെറൂൺ 07 ആണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഞാൻ ലിപ് ലൈനർ ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ടും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഒരു ലിപ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ലിപ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ കാണിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഒന്നും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഷെയ്ഡും ഈ ഒരു ഷെയ്ഡും കൂടിയിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇതൊന്നും കൂടി ലൈറ്റ് ഷെയ്ഡാണ്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ തന്നെ ഒന്നും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടിയിട്ട് കോംബോ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമാവാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ലൈനർ ഞാൻ ഒറ്റയ്ക്കാണ് ഇട്ട് കൊടുക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിപ് ലൈനർ മാത്രമായിട്ട് ഇടുന്ന സമയത്ത് ലിപ്സ്റ്റിക് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കൊരു പാർട്ടി ലുക്കില്ലേ, കിടുവായിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു മേക്കപ്പും വേണ്ട, ഇത് മാത്രം ഇട്ടാലും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ ഇല്ലേ. ഇത് നമുക്കൊരു പാർട്ടി മേക്കപ്പ് ലുക്കൊക്കെ ആയിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ ഡസ്കി സ്കിൻ ടോണിനും ഡാർക്ക് സ്കിൻ ടോണിനും മീഡിയം സ്കിൻ ടോണിനും ഫെയർ സ്കിൻ ടോണിനും എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യത്തിന് സ്മച്ച് പ്രൂഫ് ആണ്, പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആയി പോരെ ഒന്നും ഇല്ല. അത്യാവശ്യത്തിന് ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ് കേട്ടോ ഈ ഒരു ലിപ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഷെയ്ഡ് വാങ്ങിക്കാൻ ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 69 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്, ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം 2 ആഴ്ചയുടെ അടുത്ത് ആകുന്നേ ഉള്ളൂ കേട്ടോ. സംഭവം ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡും ഇത് തന്നെയാണ്. ഇത് നമ്മളുടെ ലാക്മേയുടെ 20 വൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണത് നമ്മൾ ഡാർക്ക് സ്കിൻ ടോണും ഡസ്കി സ്കിൻ ടോണും ആൾക്കാർക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമ്മൾ വേറൊരാളായ പോലെയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഫീൽ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, ഒരു ക്ലാസി ലുക്കില്ലേ. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് എന്നെ പോലെ സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ഒന്നും ഒട്ടും ചേരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ലാക്മേയുടെ വൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കൂടുതലായിട്ട് നമ്മൾ ഡാർക്ക് സ്കിൻ ടോൺ ഡസ്കി സ്കിൻ ടോണുള്ള ആൾക്കാർക്കൊക്കെ സ്യൂട്ട് ആവുന്ന ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ചിലതൊന്നും അങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതിയിട്ട് ഞാൻ അതിൽ കൂടെ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എന്ത് കമന്റ് അയച്ചാൽ നമ്മളെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.